ഇന്ന് നമുക്കൊരു ഫിഷ് ബിരിയാണി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് മീനിലേക്ക് പുരട്ടിയിട്ട് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഫിഷ് ബിരിയാണി തയ്യാറാക്കുന്നത്. മീൻ വറുക്കുന്നതും വെളിച്ചെണ്ണയിൽ തന്നെയാണ്. അപ്പോൾ മീൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു വശമായി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് തയ്യാറാക്കണം. പിന്നെ ഇതിനുള്ള മസാലയും തയ്യാറാക്കാം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ 15 മിനിറ്റ് സോക്ക് ചെയ്തതാണ്. നമ്മൾ റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ബേലീഫും 2 കഷ്ണം പട്ടയും 4 ഏലക്കയും 4 ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരി ചേർത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പം വെള്ളത്തിന് പാകത്തിനുള്ള ഉപ്പ് വേണം ചേർക്കാനായിട്ട്. അപ്പോഴായിരിക്കും അത് ചോറിന് പാകമായിട്ട് വരുള്ളൂ. ഇപ്പം നമ്മുടെ ചോറ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് കോരിയെടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇട്ടിരുന്ന പട്ടയും ഗ്രാമ്പും ഏലക്കയും ആ ബേലീഫും ഒക്കെ ഇതിൻ്റെ മേളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് ഓരോന്നും അതിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ മീൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് മസാല ഞാൻ തയ്യാറാക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള ചേർക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസ് സവാളയാണ് സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് സവാള വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാലയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. ഇതിലേക്ക് ഞാൻ 2-3 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പം നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. പുതിനയില കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പം നമ്മൾ നേരത്തെ ഉപ്പ് സവാള വഴറ്റിയപ്പോൾ മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ടി തൈര് ചേർക്കാം.
ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ മസാലയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഫിഷ് ബിരിയാണിക്കുള്ള മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ അടുപ്പ് നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം തന്നെ എടുക്കുന്നത്. അപ്പം ഞാൻ ഇതിൽ നിന്നും കുറച്ച് മസാല എടുത്ത് മാറ്റാൻ പോവാണ്. അപ്പം ഞാൻ ഇതിൽ നിന്നും കുറച്ച് മസാല എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് ഞാൻ അല്പം ടർമറിക് മിൽക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മഞ്ഞൾപ്പൊടി ഇത്തിരി പാലിലൊന്ന് മിക്സ് ചെയ്തതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാഫ്രൺ പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കളർ ചേർക്കാം. ഇത് ഞാനൊരു യെല്ലോ കളറിന് വേണ്ടിയിട്ടാണ് അല്പം ചേർത്ത് കൊടുക്കുന്നത്. അതിന്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ലെയർ ആയിട്ടാണ് റൈസ് സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മസാലയും കൂടെ ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു ലെയർ റൈസും കൂടെ വെക്കാം. ബിരിയാണി നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു ലെയർ മാത്രമാണ് വെക്കുന്നതെങ്കിൽ ആദ്യം ആ മസാലയുടെ മുകളിലേക്ക് ഒരു ലെയർ റൈസ് വെച്ചാൽ മതി. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിന്റെ മുകളിലേക്ക് അല്പം ടർമറിക് മിൽക്ക് ചേർക്കാം. പിന്നെ മല്ലിയിലയും കാഷ്യൂ നട്ട്സും ഓണിയൻ ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് ഒരല്പം നെയ്യ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം ഗരം മസാലയും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അല്പം നെയ്യൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇത് ദം ചെയ്യാനായിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം ഇതിന്റെ അടുപ്പ് നല്ല ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ അലുമിനിയം ഫോയിൽ വെക്കുന്നില്ല. ഇപ്പം നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.